ജനങ്ങൾക്ക് മാതൃകയാകേണ്ട, ജനങ്ങളെ നല്ല രീതിയിൽ ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന, നല്ല സ്വഭാവങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട പുരോഹിതന്മാരിൽ നിന്നും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് വലിയ കഷ്ടമാണ്. കാനഡയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ മലയാളി വൈദികൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ടൊറന്റോ അതിരൂപതയ്ക്ക് കീഴിലുള്ള ബ്രാപ്റ്റൺ സെന്റ് ജെറോംസ് കത്തോലിക്ക പള്ളി വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന ഫാദർ ജെയിംസ് ചെറിയക്കലിനെയാണ് പീൽ റീജിയണൽ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 18-നാണ് ഇദ്ദേഹത്തിനെതിരെ ലൈംഗിക അതിക്രമത്തിനും 16 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കുമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. 1997 മുതൽ ടൊറന്റോ അതിരൂപതയിലെ വിവിധ ഇടവകളിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഫാദർ ജെയിംസ്. 2024 മുതലാണ് ബ്രാപ്റ്റൺ സെന്റ് ജെറോംസ് ഇടവകയുടെ ചുമതല ഇദ്ദേഹം ഏൽക്കുന്നത്. ആരോപണത്തെ തുടർന്ന് വൈദികനെ അജപാലന ശുശ്രൂഷകളിൽ നിന്നും ഔദ്യോഗിക ചുമതലകളിൽ നിന്നും നീക്കം ചെയ്തതായി ടൊറന്റോ അതിരൂപത ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം പരാതികളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും കനേഡിയൻ നിയമവ്യവസ്ഥ അനുസരിച്ച് കുറ്റക്കാരനാണെന്ന് തെളിയുന്നതുവരെ അദ്ദേഹം നിരപരാധിയായിരിക്കുമെന്നും അതിരൂപത വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുതന്നെയായാലും ജനങ്ങൾക്ക് മാതൃകയാകേണ്ട, ജനങ്ങളെ നല്ല രീതിയിൽ നയിക്കേണ്ട, ജനങ്ങൾക്ക് നല്ല പാഠം പറഞ്ഞു കൊടുക്കേണ്ട പുരോഹിതരിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് വലിയ കഷ്ടം തന്നെ എന്നേ നമുക്ക് പറയുവാൻ കഴിയൂ.